വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത ബത്തേരി പോലീസ് കഴിഞ്ഞ 27-ന് രജിസ്റ്റർ ചെയ്ത അസ്വാഭാവിക മരണത്തിലുള്ള കേസ് 108B NSI കേസ് ഓൾട്ടർ ചെയ്തു. ഇതോടെ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവർക്കെതിരെ പ്രേരണാ കേസ് ചുമത്തും. അതേസമയം സംഭവത്തിൽ KPCC അന്വേഷണ സമിതി കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തിയതായി കുടുംബം അറിയിച്ചു. അതേസമയം MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടും NM വിജയന്റെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും LDF നേതൃത്വത്തിൽ ബത്തേരിയിൽ നൈറ്റ് മാർച്ച് നടത്തി. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് സമഗ്ര വിവരങ്ങൾ? പിന്നീട് രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന പുൽപ്പള്ളിയിലെ കർഷകൻ പുൽപ്പള്ളി സഹകരണ ബാങ്ക് നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പിൽ വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് ബത്തേരി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 27-ന് രജിസ്റ്റർ ചെയ്ത അസ്വാഭാവിക മരണത്തിനുള്ള കേസ് 108B NSI ആണ് കേസ് ഓൾട്ടർ ചെയ്തിരിക്കുന്നത്. ഇതോടെ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവർക്കെതിരെ പ്രേരണാ കേസ് ചുമത്താനുള്ള സാധ്യതയാണ് മുന്നോട്ട് വരുന്നത്. അതേസമയം സംഭവത്തിൽ KPCC അന്വേഷണ സമിതി കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തിയതായും കുടുംബം അറിയിക്കുന്നുണ്ട്. നിയമനക്കോഴയിൽ NM വിജയന് ബാധ്യതയായി മാറിയ ഇടപാടുകൾ KPCC ഏറ്റെടുക്കുമെന്ന് അറിയിച്ചതായും മകൻ വിജേഷ് പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ KPCC അന്വേഷണ സമിതി എന്ന ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി എത്തിയിരിക്കുകയായിരുന്നു. അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടുന്ന 4-അംഗ സമിതി അന്വേഷണത്തിനായി എത്തിയെങ്കിലും അനുനയ നീക്കമാണ് നടത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് LDF വൈകിട്ട് നൈറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിരിക്കുകയാണ് ബത്തേരി പോലീസ്. കഴിഞ്ഞ 27 രജിസ്റ്റർ ചെയ്ത കേസ് അസ്വാഭാവിക മരണത്തിനുള്ള കേസ് 108B NSI ആണ് ഓൾട്ടർ ചെയ്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവർക്കെതിരെ പ്രേരണാ കേസ് ചുമത്താനുള്ള സാധ്യതയാണ് മുന്നോട്ട് വരുന്നത്. അതേസമയം സംഭവത്തിൽ KPCC അന്വേഷണ സമിതി കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തിയതായും കുടുംബം അറിയിക്കുന്നുണ്ട്. ശരി, അനൂപ് KR ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടെന്ന് LDF വൈകിട്ട് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അനൂപ്, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? LDF നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ബത്തേരിയിൽ ഇപ്പോൾ നടക്കുന്നത്. നൈറ്റ് മാർച്ച് ബത്തേരി കോട്ടക്കുന്നിൽ നിന്ന് അസംഷൻ ജംഗ്ഷൻ വരെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് ഇപ്പോൾ ജില്ലാ LDF കൺവീനർ CK ശശീന്ദ്രൻ സംസാരിക്കുകയാണ്. മാർച്ച് പ്രധാനമായും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണം, സംഭവത്തിൽ കുറ്റാരോപിതരായ മുഴുവൻ ആളുകൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ടത് പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവർക്കെതിരെയുള്ള നടപടിയാണ്. ആത്മഹത്യാ പ്രേരണ പ്രത്യക്ഷത്തിൽ തെളിഞ്ഞ സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ വലിയ പ്രതിഷേധം ഇപ്പോൾ ബത്തേരിയിൽ നടക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ പ്രക്ഷോഭം ബത്തേരിയിൽ നടന്നത്. ഇതിനിടെ ആത്മഹത്യാ പ്രേരണ കേസ് സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അല്ലെങ്കിൽ അസ്വാഭാവിക മരണത്തിന് നേരത്തെ എടുത്ത കേസ് നിലവിൽ ആത്മഹത്യാ പ്രേരണ കേസായി മാറിയിട്ടുണ്ട്. അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പോലീസ്. ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. ഏതായാലും ഇതോടുകൂടി ഈ കത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തേണ്ട സാഹചര്യം ഉണ്ടാകും. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികളിലാണ് പോലീസ്. വിജിലൻസ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് പലരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. കുടുംബത്തിന്റെ ഉൾപ്പെടെ പോലീസും ഇന്ന് കൂടുതൽ ഫോണുകൾ ഉൾപ്പെടെ കസ്റ്റഡിയെടുത്തുള്ള പരിശോധനയാണ് നടത്തുന്നത്. ആ വിധത്തിൽ ശക്തമായ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് വലിയ പ്രതിഷേധങ്ങളും ജില്ലയിൽ ശക്തമാവുന്നത്. IC ബാലകൃഷ്ണൻ MLA പൊതുപരിപാടികൾ തടയുന്ന നേരത്തെ DYFI പ്രഖ്യാപിച്ചിരുന്നു. ആ വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ഇതോടൊപ്പമാണ് രാജി ആവശ്യം ശക്തമാവുന്നത്. IC ബാലകൃഷ്ണൻ MLA രാജി വെക്കണമെന്നാവശ്യപ്പെട്ടുള്ള LDF തുടരുന്ന അല്ലെങ്കിൽ CPM ഇടതു സംഘടനകൾ തുടരുന്ന സമരങ്ങളുടെ പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് നൈറ്റ് മാർച്ച് ബത്തേരി സംഘടിപ്പിച്ചത്. നൈറ്റ് മാർച്ച് ഇപ്പോഴും ബത്തേരിയിൽ തുടരുകയാണ്.